കനത്ത മഴയെ അവഗണിച്ച് നിലമ്പൂർ വിധി എഴുതി 70% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. വോട്ടെണ്ണൽ തിങ്കളാഴ്ച നടക്കും. 2,32,000 വോട്ടർമാരാണ് വിധി എഴുതാനുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് സമാധാനപരമായിട്ടാണ് നടത്തിയത്. സമാധാനപരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു. ഇപ്രാവശ്യം 59 പോളിംഗ് സ്റ്റേഷൻ കൂടുതലായിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിൽ പരമാവധി 1100 താഴെയാണ് വോട്ടർമാരുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂ ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിച്ചു. നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പോളിംഗ് അവസാനിക്കുന്നത് 6 മണിക്ക് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുന്നതോടുകൂടി പോളിംഗ് കംപ്ലീറ്റ് പൂർത്തിയാകും. പോളിംഗ് പൂർത്തിയായതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർമാർ അവരുടെ ആപ്പിൽ രേഖപ്പെടുത്തുന്നതനുസരിച്ച് വിവരങ്ങൾ നമുക്ക് കിട്ടും. സർ, നിലവിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ക്യൂ ഉണ്ടോ? നിലവിൽ ക്യൂ ഉള്ളതായിട്ട് കാണുന്നില്ല ഇതുവരെ. അതുകൊണ്ട് 6 മണിയോടെ തന്നെ ഈ അവസാനിക്കാനാണ് സാധ്യത. വാർത്തയുടെ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, നിലമ്പൂരിൻ്റെ മനസ്സെന്താണെന്നറിയാൻ ഇനി നമ്മൾ 2 ദിവസം കൂടി കാത്തിരിക്കണം. പക്ഷേ കനത്ത മഴ, ഈ പ്രചാരണത്തിലുടനീളം അത്തരത്തിൽ മഴയായിരുന്നു. അതിനുശേഷം ഇന്ന് വോട്ടെടുപ്പ് ദിവസവും കനത്ത മഴയെ അവഗണിച്ച് സമ്മതിദായകരൊക്കെ എത്തി എന്നുള്ളത് മുന്നണികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടല്ലോ അല്ലേ? അതെ, തീർച്ചയായും. രാവിലെ മഴ ശക്തമായപ്പോൾ മുന്നണികൾക്കെല്ലാം വലിയ ആശങ്കയായിരുന്നു. അതൊരു നെഞ്ചിടിപ്പ് തന്നെയായിരുന്നു. കാരണം ഇത്ര വലിയ പ്രചരണം നടത്തിയിട്ടും അവസാനം മഴ പ്രതിസന്ധിയാകുമോ എന്നുള്ള ഭയമായിരുന്നു മുന്നണികൾക്കും അതേപോലെ സ്ഥാനാർത്ഥികൾക്കും. അപ്പോഴും അവരൊന്നും ആത്മവിശ്വാസം കൈവിട്ടില്ല. അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞത് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. അക്കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കനത്ത മഴയിലും പോളിംഗ് ശതമാനം 71% രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ വലിയ സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇത്ര പോളിംഗ് ശതമാനം ഉണ്ടാകാറില്ല. അങ്ങനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിലമ്പൂരിൽ വലിയ പോളിംഗ് ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികൾക്കെല്ലാം ആശ്വസിക്കാം. അവർ മുന്നോട്ട് വെച്ച ഭൂരിപക്ഷം ഉൾപ്പെടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത്ര വലിയൊരു ഭൂരിപക്ഷം ലഭിച്ചതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. എങ്കിലും LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഉൾപ്പെടെ പറഞ്ഞത് 100% പോളിംഗ് ആണ്. ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ 100% പോളിംഗ് വേണമെന്നുള്ളതാണ്. അപ്പോഴും ഇവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതായിരുന്നു. ആദിവാസി മേഖലയിലുള്ളവരെല്ലാം അതിനെങ്ങനെ കാണുമെന്നുള്ളതായിരുന്നു. പക്ഷേ ആദിവാസി മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എല്ലായിടങ്ങളിലും 70% പോളിംഗ് നടത്തി എന്നുള്ളതും, അതായത് 7 പഞ്ചായത്തുകളിലും അതേപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും 70% കൂടുതൽ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇവിടെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെല്ലാവരും ഒരേപോലെ വലിയ ആത്മവിശ്വാസത്തിലാണ് തങ്ങളുടെ പ്രചരണം. അതായത് നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ്, വാദപ്രതിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകളും എല്ലാം തന്നെ ഇവിടെ വിഷയങ്ങളായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപം മുന്നോട്ട് വരുമ്പോഴും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എല്ലാം പറയുന്നത് തങ്ങൾ വിവാദങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു, ജനകീയ പ്രശ്നങ്ങളാണ് കൂടുതൽ മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യമാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും ആ ഒരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, ഇവിടെ ഭരണവിരുദ്ധ വികാരമാണ് ഉടലെടുക്കുന്നത്, അത് ഇവിടെ അലയടിക്കും. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ് UDF സ്ഥാനാർത്ഥി പറഞ്ഞത്. NDA സ്ഥാനാർത്ഥിയും അത് തന്നെയാണ്, മാറ്റം ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ വികസന പദ്ധതികളാണ് ജനങ്ങൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ വലിയ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യമാണ് NDA സ്ഥാനാർത്ഥി പറഞ്ഞത്. PV അൻവറും വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്കറിയാം, അദ്ദേഹം വലിയ രീതിയിൽ പ്രചരണത്തിനൊന്നും ഇറങ്ങിയിരുന്നില്ല. വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഉണ്ടായത്. കൊട്ടിക്കലാശം ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് തൻ്റെ നിലമ്പൂരിലെ ജനങ്ങൾ തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു. 75,000 വോട്ട് എന്നുള്ള കാര്യത്തിൽ നിന്നും ഇതുവരെയും അദ്ദേഹം പിന്മാറിയിട്ടുമില്ല. അങ്ങനെ മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും എല്ലാം വലിയ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. ഇനി എന്തായിരിക്കും ആ വിശ്വാസം, ആരുടെ വിശ്വാസമാണ് യാഥാർത്ഥ്യമാകുക എന്നറിയാൻ ഇനി 2 നാൾ കൂടിയാണ് ബാക്കിയുള്ളത്. 23-ാം തീയതി തിങ്കളാഴ്ച നിലമ്പൂരിലെ ജനമനസ്സെന്താണെന്നുള്ള കാര്യം അറിയും. ഇവിടെ UDF മുന്നോട്ട് വെച്ച ഭരണവിരുദ്ധ വികാരമാണോ അല്ലെങ്കിൽ LDFൻ്റെ ഭരണ തുടർച്ചയാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അറിയാൻ പോകുന്നത്. പൊതുവെ നമ്മൾ പറഞ്ഞിരുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. അതായത് ഈ കേരളത്തിലെ മൊത്തം ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടുമെന്നുള്ളത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ കാണിച്ചു തരുന്നുള്ള കാര്യമാണ് എല്ലാവരും പറഞ്ഞു തന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഈ മുന്നണികളെ സംബന്ധിച്ച് വലിയ അഭിമാന പോരാട്ടമാണ്. കാരണം 2016 കൈവിട്ട സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് LDFിന് അഭിമാന പോരാട്ടമാണ്. PV അൻവറിൻ്റെ വരുന്ന രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പാണ്. കാരണം നമുക്കറിയാം തെരഞ്ഞെടുപ്പിലെ നയിച്ചത് PV അൻവറിൻ്റെ മുഖ്യമന്ത്രിക്ക് എതിരെ ഉള്ള ആരോപണം ഉൾപ്പെടെയാണ്. ശേഷം രാജിവെച്ചതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞ കാര്യം ജനങ്ങൾ എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളതെല്ലാം അറിയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരെയും സംബന്ധിച്ച് NDA സംബന്ധിച്ച് ഒരു ക്രൈസ്തവ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത്. അത്തരമൊരു സാഹചര്യത്തിൽ ആർക്കൊപ്പം നിലമ്പൂർ നിൽക്കുമെന്നുള്ളതാണ് അറിയാനുള്ളത്. പല വിവാദങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു, പല രാഷ്ട്രീയ ചർച്ചകളും ഉണ്ടായിരുന്നു. അതെല്ലാം ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു? ജമാഅത്ത് ഇസ്ലാമി, അവസാനം വന്ന RSS സഖ്യ വിഷയം, MV ഗോവിന്ദ മാസ്റ്ററിൻ്റെ പ്രതികരണം, ഇതെല്ലാം തന്നെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. എന്തായാലും LDFിൻ്റെയും UDFിൻ്റെയും NDAയുടെയും അതുപോലെ PV അൻവറിൻ്റെയും ക്യാമ്പുകളിൽ നിന്നെല്ലാം വരുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ്. ഈ പോളിംഗ് ശതമാനം 71% അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതേപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ചുങ്കത്തറയിലുള്ള മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെയാണ് വോട്ടിംഗ് മെഷീനുകളെല്ലാം സൂക്ഷിക്കുന്നത്. ഇവിടെ വളരെയധികം സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അല്പം മുമ്പ് ജില്ലാ കളക്ടറായിട്ടുള്ള VR വിനോദ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഉൾപ്പെടെ തൊട്ട് മുമ്പ് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. എല്ലാ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേന, അതേപോലെ സംസ്ഥാന പോലീസ്, സായുധ പോലീസ് ഉൾപ്പെടെയുള്ള 3 കാറ്റഗറിയായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു വീഴ്ചയും ഇല്ല എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് സമാധാനപരമായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് LDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് UDF LDF തമ്മിലുള്ള ഒരു സംഘർഷമായിരുന്നു.